അപ്പോൾ നമ്മൾ വാട്കിൻസ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്ക് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ വാൾമാർട്ടിൽ വന്നിട്ട് കുറച്ച് മഫിൻസ് എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ടോപ്സിലാണ്. ചിക്കൻ്റെ റോസ്റ്റ് ചെയ്ത പീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് പറയാനായിട്ട്, ഉച്ചത്തെ ലഞ്ച് മറ്റുള്ള കാര്യങ്ങളായിട്ട്. പിന്നെ നമ്മൾ 7-Eleven പോകുന്നുണ്ട് സ്ലഷി വാങ്ങിക്കാനായിട്ട് ജോണത്തിന്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാൾമാർട്ട് സെൻറ്ററാണ് വാട്കിൻസ് ഗ്ലെനിലുള്ളത്. നമ്മളിത് ഡൗൺ ടൗൺ വാട്കിൻസ് ഗ്ലെൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ അവിടെ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് വെറ്ററൻസ് ഡേ പ്രമാണിച്ചിട്ട് അവിടെ ചെറിയ സെലിബ്രേഷൻസ് ഉണ്ടാകും, കാണാൻ പറ്റും. ഫ്രണ്ടിലോട്ട് നോക്കി അവിടെ റെഡ് സൈനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് വാട്കിൻസ് ഗ്ലെൻ എന്നുള്ള ടൗണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയോടെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ടോപ്സിൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് ആ സിറ്റി ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. രാത്രി നമ്മൾ മഴയത്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൗണ്ടൻ ഏരിയ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ മൗണ്ടൻസ് ആണ്. മൗണ്ടൻസ് രണ്ട് സൈഡിലും ഇങ്ങനെ മൗണ്ടൻസ് വന്നിട്ട് താഴ്വാരത്തുള്ള സിറ്റിയാണ് വാട്കിൻസ് ഗ്ലെൻ. ഇതെന്തോ ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റെയിൽവേ പാളം പോകുന്നു, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കണേ. പണ്ടങ്ങ് റെയിൽവേ പോയിട്ടുണ്ടായിരുന്നു. മിക്കവാറും അതിനകത്ത് നിന്ന് ചരക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഫാക്ടറിയിൽ നിന്ന് ചരക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽ ഇട്ടിട്ടുണ്ട്. റെയിൽവേ പാളം കാണുന്നുണ്ട്, ചരക്ക് നീക്കുന്നതിനും. എനിക്ക് അവിടെ ഫെസ്റ്റിവലിൻ്റെ ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പോലീസൊക്കെ അവിടെ റോഡ് ക്ലോസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കോർവെറ്റ് In 1/4 mile, turn left on North Franklin Street. നമുക്ക് വണ്ടി ലെഫ്റ്റിലോട്ട് തിരിക്കണം. ഇതവിടെ പോലീസ് ലഫേറ്റ് പാർക്കാണ്. ഇപ്പോൾ ഇവിടെ പോലീസ് നമുക്കവിടെ സൈൻ തരുന്നുണ്ട്, അതായത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അവിടെ ട്രാഫിക് കൺട്രോളിങ് അല്ല. അപ്പോൾ നമ്മൾ ലഫേറ്റ് പാർക്ക്, അപ്പോൾ നമ്മുടെ ഈ സൈഡ് ലഫേറ്റ് പാർക്കാണ്. ഇന്ന് വെറ്ററൻസ് ഡേയുടെ സെലിബ്രേഷൻ അല്ലേ? വെറ്ററൻസ് ഡേയുടെ സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ അവിടെ ഇതേ കോർവെറ്റ് കിടക്കണം, ഒരു കോർവെറ്റ് ഇതേ കിടക്കണം. Turn right on 6th Street, then take the first left. നമ്മൾ തിരിഞ്ഞു. നമ്മളിത് 6th സ്ട്രീറ്റ് ഇവിടെ ഇതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കത്തീഡ്രലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ വൺ വേ നോ ടേൺ ട്രാഫിക് ത്രൂ അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. അവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെ വെറ്ററൻസ് ഡേ ആയതുകൊണ്ട് പല റോഡുകളും ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ നോട്ട് Turn right on East 8th Street, then take the first left. രണ്ട് എക്സിറ്റ് മിസ്സായി, കാരണം രണ്ട് എക്സിറ്റും ക്ലോസ് ചെയ്തിട്ടേക്കാണ് വെറ്ററൻസ് ഡേയുടെ. അപ്പോൾ ഇവിടെ എല്ലാ എക്സിറ്റും ക്ലോസ് ചെയ്തേക്കാം. ഇവിടെയും റോഡ് ക്ലോസ്ഡ്, ഇവിടെയും ക്ലോസ് ചെയ്തേക്കണം. എല്ലായിടത്തും റോഡ് ക്ലോസ്ഡ് ആണ്, നോട്ട് ത്രൂ ട്രാഫിക് എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും റോഡ് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. നല്ല
നല്ല സുന്ദരമായ ഒരു സിറ്റി ആട്ടോ ഇത്. അല്പം പഴയ സിറ്റിയാണ്. Turn right on 9th Street, then take the first കുറച്ച് left. പഴയതാണ്, പക്ഷെ അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അവർ സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പഴയ സിറ്റി ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ വെട്ടി അത് സൂക്ഷിച്ചത്. ഇവിടെയും ക്ലോസ് ചെയ്തേക്കാണ്. ആ സൈഡിലോട്ടുള്ളത് മൊത്തം ക്ലോസ് ചെയ്തേക്കാം. ഇനി 0.7 മൈലുള്ളൂ. നമുക്ക് എക്സിറ്റ് എല്ലാം മിസ്സാവുന്നു. നോ വറീസ്. നമുക്ക് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Turn right on 10th Street, then take the first left. അപ്പോൾ അവിടെയും ക്ലോസ് ചെയ്തു. നമുക്ക് പിന്നെയും എക്സിറ്റ് മിസ്സാവുന്നു. നമ്മൾ പോകുന്ന ദിശ കറക്റ്റാണ് ഇപ്പോഴും. അതെ, അവിടെ നമുക്കൊരു കിട്ടുന്നുണ്ട്. 15 ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. അവിടെ നമുക്ക് എൻട്രി കിട്ടുന്നുണ്ട്. പെൻസിൽവേനിയ എന്നുള്ള ഡെനാലി എന്നുള്ള വണ്ടിയാണ്. വാട്കിൻസ് ഗ്ലെൻ വിസിറ്റ് ചെയ്യാനായിട്ട് US-ന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. Turn right on 11th Street, then take the first left. ആർച്ചും പിന്നെ അതിൻ്റെ സ്റ്റോൺ കൺസ്ട്രക്ഷൻസും ഫാൾസും എല്ലാം പ്രത്യേക ഭംഗിയാണ്. അവിടെ ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നുണ്ട്. Turn left on South Franklin Street. ഓക്കെ, അവിടെ നമുക്കിവിടെ സെലിബ്രേഷൻസിൻ്റെ ഒരു ഫീലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെറ്ററൻസ് ഡേയുടെ സെലിബ്രേഷൻസിൻ്റെ ഫീലെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലായിടത്തും ഫുൾ പോലീസാണ്. റോഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പാണ്. What happened there? ഗ്രേറ്റ് എസ്കേപ്പ് 0.4 മൈൽസ് ആണ്. നമ്മൾ വാട്കിൻസ് ഗ്ലെൻ എന്നുള്ള സ്റ്റേറ്റ് പാർക്കിനെ സ്ഥിതി ചെയ്യുന്ന വാട്കിൻസ് ഗ്ലെൻ എന്ന് പറയുന്ന ആ സുന്ദരമായ പട്ടണം നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 50 മീറ്റർ ഓടുമ്പോഴും പെർപെൻഡിക്കുലറായിട്ടും പാരലായിട്ടും റോഡ് പോകുന്നുണ്ട്. നമുക്കവിടെ റെഡ് സൈൻ കിട്ടി. മുകളിലോട്ട് In 1/4 mile, arrive at Tops Friendly Markets on the left. മൗണ്ടേഴ്സ് ഫാൾ ഉണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടേഴ്സ് ഫാൾ, അവിടെ തൊട്ടടുത്ത് വേറൊരു വാട്ടർഫാൾ ഉണ്ട്. 19 വാട്ടർഫാൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടോപ്സ് ഫ്രണ്ട്ലി സൂപ്പർ മാർക്കറ്റ്. നമ്മൾ US-ൽ എന്ന് വന്നു കഴിഞ്ഞാലും നമ്മൾ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ടോപ്സ്. ടോപ്സ് എത്തി. എല്ലായിടത്തും തന്നെയുണ്ട്. അത്യാവശ്യം ചീപ്പായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ടോപ്സ് എന്നുള്ളത്. ക്ലോസ്ഡ് ആണോ സംശയമുണ്ടല്ലോ. വാട്കിൻസ് ടൗണിലാണ്. ഹോട്ടലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടൽ. ചുറ്റും മരങ്ങളാട്ടോ അവിടെ. ടോപ്സാണ് അവിടെ അടിക്കടി കാണുന്നത്. വണ്ടിയുടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇനി ടോപ്സിൽ പോകാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്സ് വാട്കിൻസ് ഗ്ലെനിലുള്ള ടോപ്സിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ചു. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് പോകണം. ലെറ്റ്സ് ഗോ. ഞാനെന്താ ട്രക്കയിലിരിക്കുകയാണ്. നമ്മളെവിടെ പോകേണ്ടത്? 7-Eleven. ലെറ്റ്സ് ഗോ ടു 7-Eleven. ടോപ്പിന് പെട്രോൾ പമ്പ് ഉണ്ട്.
നമ്മളിതേ ടോപ്സിൽ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു. കുറച്ച് ചിക്കൻ ഫ്രൈ അകത്താക്കി. അപ്പം നമ്മൾ ഇനി 7-Eleven പോവാം. ജോൺസന് സ്ലഷി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കാനായിട്ട്. ഇവിടെ നമ്മൾ പൈനാപ്പിൾ മാംഗോ ജ്യൂസ് വാങ്ങിച്ചു. ഇനി നമ്മൾ എന്നിട്ട് ഇനി 7-Eleven പോകുന്നു. അതിനുശേഷം വാട്കിൻസ് ഗ്ലെനിൽ പോകുന്നു. അപ്പം നമ്മൾ വാട്കിൻസ് ഗ്ലെൻ്റെ മെമ്മോറിയൽ ഡേ പരേഡ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളോട് പോകാൻ പറഞ്ഞോ? മാറ്റി തുടങ്ങി തോന്നുന്നു അല്ലേ? ഇവിടെ തിരിയാൻ പറ്റില്ല. പരേഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ 1 വേ എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. നമുക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സെനക്കാലേക്ക് എത്താറായി. നമ്മൾ എന്തായാലും നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ലേക്ക് സൈഡ് എത്തി. എന്തായാലും ലേക്ക് നമുക്ക് കുറച്ചേരം ആസ്വദിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് Turn left on First Street, then take the first left. Wow. You have to turn. I know. Why? Wow. When possible, make a U-turn, then take the first right. Turn right on First Street, then take the first left. Yeah, we're going. When possible, make a U-turn, then take the first right. Okay. In 1/2 mile, turn right on Old Corning Road. നമ്മളിപ്പോൾ വാട്കിൻസ് ഗ്ലെനിൽ 7-Eleven അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളിതുവരെ കണ്ടില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കണ്ടില്ല. ജോണത്തൻ പറഞ്ഞ ഇവിടെ ഉണ്ടെന്നാണ്. Let us find who is right. Isn't Jonathan? Yeah, I'm right. If you are right, you will be getting 2 slashes. Okay. Let us find it. You tell me where it is. I don't know. I haven't seen it. Can't see it. Look at the screen. Okay. Do you know the pink road right there? Yeah. You have to look at it. That helps you. Okay. That means if you're following the pink road, that means you're going the right way. There is a 7-Eleven and Google Maps said there's no 7-Eleven and Jonathan said, yeah, Oh, that's a 7-Eleven. Big 7 and it says I'll 11. get it for you. I know what you want. You know. Slushy. Kathy, show me your slushy. 7-Eleven. What is that called? Slurpee. Slurpee. What about you, Jonathan? You like it? Yes. Let me taste it. I already just tasted. Jonathan, let me taste your No, Slurpee. tasted. Jonathan, give me his Slurpee to taste. Let me taste it. Give it back. Is it good? Papa, is it good? Wow, it's wonderful, Jonathan. Thank you so much. Mommy hates it. Okay, so now we are going through the Watkins Glen International Historic Grand Prix course from 1944 to 1950 to this was the car racing course, and later it was moved to a permanent spot called Watkins Glen International, which is very nearby. So now we are just taking that 12-minute historic Grand Prix course. So you have already seen in my previous videos that this is where we are always traveling while we were going to the Watkins Glen State Park. This is the historic Grand Prix course. It just starts from the front of the northern entrance of Watkins Glen State Park. Then you have to take that course to 329 Road, and yeah, it's a 12-minute drive course. So you can look. This is that historic Grand Prix course. See, this is the historic Grand Prix course.
Earlier this was the motor racing sport route at Watkins Glen. Now the Watkins Glen International. It's a world famous permanent car racing route which is very nearby. We are also going over there. When are they coming? When are the racers coming? There's no racers. There's just a track. Is this a track? Yeah. How could there's racers? Arriving at 610 South Decatur Street on the left. But is there gonna be racers? Yeah. But where are they? So from here, this route we take. But where are the racers? Papa, where are the racers? There's no race, but you can just see the track. This is a track right now. Yeah. No, Papa said there was. He was too busy doing it. Okay, let's go home now. Eh? This is our road, I We're think. already here. South. ഇവിടെ എഴുതിയിട്ടുണ്ട് സൗത്ത് ഡെക്കാത്തർ സ്ട്രീറ്റ്. നമ്മളിപ്പോൾ വാട്കിൻസ് ഗ്ലെന്നിൽ നിന്ന് ബഫലോ ഏരിയയിലോട്ട് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഹൈവേ 414 ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സീനിക് ബൈവേ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും, വളരെ സൗന്ദര്യപൂർണ്ണമായിട്ടാണ് ഇവിടെ അത് കാണപ്പെടുന്നത്. സീനിക് ബൈവേ ഹൈവേ 414 ടു ദ കോർണിംഗ് ഗ്ലാസ് മ്യൂസിയം കോർണിംഗ് ഏരിയയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീനിക് ബൈവേയിലൂടെ നമുക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വാലി പോലെ കിടക്കുകയാണ്, ഒരു മൗണ്ടൻ ഒരു സൈഡിൽ, പിന്നെ ഒരു ചെറിയ താഴ്വാരം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സീനിക് ആയിട്ടുള്ള ബൈവേ നമ്മൾ എടുത്തേക്കുവാണ് ആ സീനിക് ബൈ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫാൾ കളേഴ്സിൽ ഇവിടെ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ അത് സ്പ്രിംഗ് ആയിട്ട് പോലും നമുക്ക് പല കളേഴ്സും വിസിബിൾ ആണ്. അപ്പോൾ ഫാളിലാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ആ സീനിക് ബൈവേ ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. കോർണിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ വളരെ പ്രശസ്തമായ കോർണിംഗ് ഗ്ലാസ് മ്യൂസിയം ഉണ്ട്. നമ്മൾ ഹൈവേ 414 എടുത്തേക്കണം. വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ട് സീനിക്കായിട്ട് കിടക്കുകയാണ് ഹൈവേ. സീനിക് ബൈവേ നമ്മൾ എടുത്തേക്കണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടത് ബൈവേ ഇങ്ങനെ കിടക്കുമ്പോൾ അതിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഓ, ക്ലൗഡ്സ് കാരണം ഉണ്ടായ ഷെയ്ഡ്സ് ഒക്കെ അവിടെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന അറിയത്തില്ല. സീനിക് ബൈവേ കാണാനായിട്ട്. Look at that.
that. Wow, fantastic. Highway 414. Fall colors കാണാൻ പറ്റിയ ഒരു ഹൈവേ കേട്ടോ. Wow. Jonathan, look at the cows. ലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻട്രസ്റ്റേറ്റ് 86. നമ്മളിപ്പോൾ ഹൈവേ 414 നിന്ന് ഇൻട്രസ്റ്റേറ്റ് 86 നമ്മൾ കയറി. ഇൻട്രസ്റ്റേറ്റ് 86 നമ്മളിപ്പോൾ റോച്ചസ്റ്റർ ബഫല്ലോ ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 65 മൈൽസാണ് ഇൻട്രസ്റ്റേറ്റിൻ്റെ സ്പീഡ്. ഓൾമോസ്റ്റ് 5 മണിക്കൂർ വണ്ടി ഓടിക്കാനുണ്ട്. പെയിൻറ്റഡ് കോസ്റ്റ് ഗ്യാങ് മിൽസ് ഇത് റൂട്ട്. നമ്മൾ ഇനിയും പല പ്രാവശ്യം വന്നിട്ടുള്ള വലിയ സ്പോട്ട് റോബർട്ട് ഡാൻ ഡ്രൈവ് ഹാഫ് മൈൽ കഴിയുമ്പോൾ ഇൻട്രസ്റ്റേറ്റ് 80 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 65 മൈൽസാണ് അടുത്ത സ്പീഡ്. ജെയിംസ് ടൗൺ ആണ് അടുത്ത റോച്ചസ്റ്റർ വലിയ സ്പോട്ട് റോബർട്ട് ഡാൻ ഡ്രൈവ്. മിക്കവാറും പെൻസിൽവേനിയയിലോട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹിയോപ്പൈലോട്ടൊക്കെ പോകാൻ നിർത്തും. അതുപോലെ തന്നെ നമ്മൾ വേറെ പല സ്റ്റേറ്റ് പാർക്ക് ഇത്താക്കായിലുള്ള ഫിംഗർ ലൈസിലുള്ള റോബർട്ട് എച്ച്ഡമാനും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നേരത്തെ ഈ ഒരു ഹൈവേ വഴി തന്നെയാണ് പോയത്. മൗണ്ടൈനിൽ കട്ട് ചെയ്തേക്കുന്നുണ്ട്. മൗണ്ടൈൻ കട്ട് ചെയ്ത് പോസ്റ്റ് പോയിട്ടുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റേറ്റ് 86 പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ടൗൺ ഓഫ് ബാത്ത് അതവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാത്ത് എക്സിറ്റ് 39 ആണ്. അപ്പോൾ ടു ഹൈവേ 415 ബാത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാത്ത് എന്നുള്ള ഒരു ടൗണാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗൺ. ഞാൻ മുന്നേ പോയിട്ടുണ്ട് ആ ടൗണിൽ. എത്തിക്കൊണ്ടിരിക്കുന്നു. താഴോട്ടുള്ള ആ റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ ബാത്തിലോട്ടെത്തും. ഇതൊരു ടൗൺഷിപ്പാണ്. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റേറ്റ് 86 നിന്ന് I-390 നമ്മൾ കയറി. അപ്പോൾ നമ്മൾ മൗണ്ട് മോറിസ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ മുകളിലോട്ട് കട്ട് ചെയ്ത് കയറുന്നത് ബഫലോയിലോട്ടാണ്. അപ്പോൾ I-390 ആണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
32 മൈൽ കഴിയുമ്പോൾ എക്സിറ്റ് 6 എടുക്കാം. മൗണ്ട് മോറിസിൽ മക്ഡൊണാൾഡ്സും മറ്റു കാര്യങ്ങളുണ്ട്. ആഷമോണല്ലേ, നമ്മളിപ്പോൾ I-390 പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് വിൻഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സീനാണ്. എല്ലാ 5 മൈൽ കൂടുമ്പോൾ എനിക്ക് ടെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് സ്റ്റോപ്പ് നിർത്തി കൊടുത്ത് അടുത്ത ടെക്സ്റ്റ് സ്റ്റോപ്പ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്താമെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി റെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഫുഡ് ഒന്ന് വാങ്ങിച്ചിട്ട് അത് കഴിച്ച് വേണമെങ്കിൽ ഒന്ന് 2 മണിക്കൂർ ഉറങ്ങിയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ആ വിൻമില് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ I-390 പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ സ്റ്റേറ്റ് പാർക്ക് ഇപ്പോഴേ നമ്മൾ അനൗൺസ് ചെയ്യണം. അടുത്ത സ്റ്റേറ്റ് പാർക്ക് അൽഗനി സ്റ്റേറ്റ് പാർക്കാണ്. അൽഗനി എന്നുള്ളത് ഒരു ഭയങ്കര വലിയൊരു സ്റ്റേറ്റ് പാർക്കാണ്. കുറേ നമ്മളായിട്ട് കണ്ണെന്ന് കരുത ഒരു സ്റ്റേറ്റ് പാർക്കാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന അൽഗനി സ്റ്റേറ്റ് പാർക്കാണ്. അപ്പോഴേക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് തീരുമെന്ന് അറിയത്തില്ല. യൂഷ്വലി എൻ്റെ വീഡിയോയിൽ 6, 7, 8, 10, 12 എപ്പിസോഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് പാർക്ക് പോകുന്നതൊക്കെ കവർ ചെയ്യുന്നത്. അത് ലെങ്ത്തിൽ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മൗണ്ട് മോറിസ്, ഓക്കെ, യു വിൽ ബി ഗോയിങ് ഓവർ ദർ ഇൻ 1 hour. ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിത് വിൻമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, സുന്ദരമായ വിൻമിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഹൈവേ കിടക്കണ കിടപ്പ് കണ്ടോ, എന്നാ ഭംഗിയിൽ നിന്നിട്ട് നീളത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സീനറി നോക്കിയേ. സീനറി മോനെ, ഇതൊക്കെയാണ് സീനറി. കണ്ടോണ്ട് ആ വണ്ടി ആ വൈൻഡിങ് ആയിട്ടതേ ടൗൺ ഓഫ് വേലാൻഡ്. അത് താഴ്വാരം നോക്കിയാ, താഴ്വാരൊക്കെ എന്നാ ഭംഗിയായിട്ടാണ് കിടക്കുന്നത് നോക്കി. തീർച്ചയായും 390 സൈഡിൽ കൂടെ നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. ഓൾമോസ്റ്റ് 19 മൈലാണ് നമുക്ക് മൗണ്ട് മോറിസിലോട്ട് നമ്മൾ പല പ്രാവശ്യം പോയതാണ്. കാരണം ലെച്ച്വർത്ത് സ്റ്റേറ്റ് പാർക്ക്, വൺ ഓഫ് ദി അനദർ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് പാർക്ക് ലെച്ച്വർത്ത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അത് കണ്ടു തീർക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 4 ദിവസം സ്റ്റേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് പാർക്ക്. നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് പാർക്കാണ് ലെച്ച്വർത്ത്. നമ്മൾ ഓൾറെഡി പോയി കണ്ടതാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റേറ്റ് പാർക്ക്. വി ഓൾറെഡി സ്റ്റേഡ് ഫോർ like 4-5 days in Letchworth. Now we are going to Mount Morris, and Letchworth State Park is very near to Mount Morris. നമ്മളിപ്പോൾ ഡിപ്യൂലുള്ള ടാർഗറ്റിൽ വന്നേക്കാണ്. നമ്മളിന്നിപ്പോൾ ഷോപ്പിംഗ് ആണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഷോപ്പിംഗ് എല്ലാം ചെയ്തിട്ട് പോകുന്ന കരുതി. അപ്പോൾ ഡിപ്യൂൾ ടാർഗറ്റ്, എനിക്ക് തോന്നുന്നത് ഈ ടാർഗറ്റ് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് സെയിം ടാർഗറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് പോയി കാണാം. ടാർഗറ്റിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ ടാർഗറ്റ് അറ്റ് ഡിപ്യൂ. This is the one. Remember, we saw a Chick-fil-A here one day. Yeah, same target. Yeah, we saw That is a target. Okay, so we can go Oh, it's right there. through this way. I'm not going in there. So we have a red here. I'm not going there. So you can look at that. Look at my stuff. We have green This is here. his turn. Those guys are crossing. So let us wait. It's the same target. Level 90. I'm on the level 100. Did you? Hey, look. I'm on level 100. Wow. Okay. I did so Turn left on Ben's Drive. That's all right. Oh, there's a big hole over there. So I don't want to put my car tire in it. So I'm just going very slowly to see whether it will go through. Yeah, it's going through so far. So big. So this is the target that we have come few times.
And we are going to turn right. I don't know why we have this target again and again and again. The same target we have. Something that we usually used to come. നമ്മൾ ടാർഗറ്റിൽ പോകുന്നു. ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നു. നമ്മൾ എവിടെയാണ് നേരത്തെ വണ്ടി പാർക്ക് ചെയ്തത്? സെയിം സ്പോട്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, You can park over there and let the shade. നമ്മളെല്ലാവരും ടാർഗറ്റിൽ പോവാണ്. കതി ഗോ ആൻഡ് ബൈ. യാ, ഗോ ആൻഡ് ബൈ വാട്ട് എവർ യു ലൈക്ക്. ഇതെന്നാ അത് എന്ത് വേണ്ടാൻ പോകണോ? No, I need it. ഓക്കെ, ഐ എം ഗോയിങ്. Come here. Jonathan, we are going, okay? Sure. Hey, can you carry me? I want to see what is there toys on the top. Those are like 12. These are the big toys car. I never had a big toy car. That's 25. I don't know like that. That's too scary. Is this the most money? No. Why this looks boring. I want to go on. 39. What? How much money did this cost? I don't know. That's 48. No, it's 19. Yeah, maybe 19. Now can we buy this? You like that one first of all? Tell me. I want to You buy like that it. one? Looks bulky, right? You like that one? Yeah, it looks so cool. And it's not even that much money. അതെ, നമ്മളിപ്പോൾ ഡിപ്പി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്പി ഒന്ന് ഷോപ്പിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രി 8:30 ഇനിയുണ്ട് നമുക്കൊരു 10-80 കിലോമീറ്ററോളം യാത്ര ചെയ്യാനായിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇനിയൊരു 6 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ വീട്ടിലെത്തത്തുള്ളൂ. നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ബഫലോയിലെത്തും. അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് രാവിലെ ഒരു 2 മണിയാകുമ്പോഴേക്കും മിക്കവാറും US-ലൂടെയുള്ള എൻ്റെ എല്ലാ യാത്രകളും ഇതേപോലെ രാത്രി സമയങ്ങളിലായിരിക്കും ബഫലോയിലെത്തുന്നത്. അപ്പോൾ രാത്രിയായിരിക്കും കൂടുതൽ ഓട്ടം വരുന്നത്. കാരണം ഇവിടുത്തെ ഒരിടത്ത് പോയി അത് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേക്കും സമയമാകും. പിന്നെ മക്ഡൊണാൾഡ്സ് മറ്റുള്ള ഫുഡ് ഏരിയാസിലും കയറി നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത് ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും സമയമെടുക്കുന്നുണ്ട്. എന്തായാലും യാത്ര നന്നായി തന്നെ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഡിപ്പി കഴിഞ്ഞു. പെട്രോളിൻ്റെ വില നമ്മൾ നോക്കിയാണ് പോകുന്നത്. 3.05 2.95 ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഗാലൻ. നമുക്കിനി ഒരു 70 കിലോമീറ്ററോടെയും പെട്രോൾ പോകും. അതിനുശേഷം നമ്മളൊരു പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ പിന്നെ വണ്ടി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഗ്യാസ് അടിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതാ പറഞ്ഞത്, താമസിച്ച് നമ്മളിങ്ങനെ നിർത്തി പോകുന്നതുകൊണ്ട് അവരുടെ സമയം എടുക്കും. ഇരുട്ടായി, ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. സത്യമൊക്കെ തന്നെ ഇനി ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം കൂടി ആയിരിക്കും വീഡിയോ എടുക്കത്തുള്ളൂ. അതിപ്പോൾ ബഫലോയിൽ എത്തുമ്പോഴായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വ്ളോഗിൽ നമുക്ക് കാണാം.